പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ജോഷുവ 24:15, ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 24 വേഴ്സ് 15. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിത ദൈവരാജ്യ ദൂതിന് വേണ്ടി നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇത് അത്ഭുതങ്ങളുടെ മണിക്കൂർ, ആത്മാഭിഷേകത്തിൻ്റെ മണിക്കൂർ, വചനം കൊണ്ട് ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കളെ തീറ്റിപ്പോറ്റുന്ന മണിക്കൂർ. മേൽത്തരം വീഞ്ഞുകൊണ്ടും പാറയിൽ നിന്നുള്ള തേൻ കൊണ്ടും മേൽത്തരം ഗോതമ്പ് കൊണ്ടും കർത്താവ് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൻ്റെ പ്രിയജനത്തെ സംതൃപ്തമാക്കാൻ ഇടപെടുന്ന മണിക്കൂർ. കഴിഞ്ഞ നാളുകളിൽ ഒരു വ്യക്തിക്കുണ്ടായ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ഷാനി റോട്ട്നി. ഞാൻ ഓസ്ട്രേലിയയിലുള്ള മെൽബണിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. അച്ഛൻ ഓസ്ട്രേലിയയിൽ മെൽബണിൽ ധ്യാനം നടത്തിയപ്പോൾ അഭിഷേകാഗ്നി എന്ന പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തി. അന്ന് തൊട്ട് മുടങ്ങാതെ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്നൊരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. എനിക്ക് 12 വർഷമായി കഠിനമായ നടുവേദന, അതിനെ തുടർന്ന് ബെൽറ്റ് ധരിച്ച് ഞാൻ ക്ലേശിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, നടുവേദന നിമിത്തം വളരെയധികം ക്ലേശിക്കുന്ന ഒരു മകളെ ഇതാ കർത്താവ് സുഖപ്പെടുത്തുന്നു. ആ മകൾക്ക് ബെൽറ്റ് ഉപേക്ഷിക്കാനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. അത് ഞാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാം കഴിഞ്ഞ് നേരെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. എന്നാൽ ജോലി സമയത്ത് അതികഠിനമായ നടുവേദന കൊണ്ട് ബെൽറ്റ് ധരിച്ചിരുന്ന ഭാഗം മുഴുവനും തീ പൊള്ളുന്നത് പോലെ വേദന അനുഭവപ്പെട്ടു. ഉടനെ ഞാൻ ബെൽറ്റ് അഴിച്ചു മാറ്റി. ആ സമയം മുതൽ ഇന്ന് വരെ എൻ്റെ ശരീരത്തിൽ നടുവേദന എനിക്ക് ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഞാൻ ബെൽറ്റും ധരിച്ചിട്ടില്ല. എൻ്റെ കർത്താവ് എന്നെ അത്ഭുതകരമായി സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ കർത്താവ് ഇടപെടും. എല്ലാവരും ഇപ്പോൾ അവരവരിയ്ക്കുന്ന സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കട്ടെ. കുടുംബങ്ങളിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുകയാണ്. ഓരോ സ്ഥാപനങ്ങളിലിരിക്കുന്നവർ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്. ഈ ഒരുമിച്ച് ആരാധിക്കുന്നിടത്ത് യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്, യേശുവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്, തിരു രക്തത്തിൻ്റെ സാന്നിധ്യമുണ്ട്. കരങ്ങൾ ഉയർത്തി ഈ സമയം രക്താഭിഷേകത്തിന് വേണ്ടി പാട്ടുപാടി കൈകളടിച്ച് ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ദൂതന്മാരെ
എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. പവർ പവർ രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട യേശുവിന്റെ രക്തം, ഉയർത്തണമേ. അത്ഭുത രക്തം ഇപ്പോൾ വ്യാപരിക്കുന്നു. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. കാവലിനായി നൽകിയിടണമേ. കരങ്ങളടിച്ച് രക്തം രക്തം യേശുവിൻ രക്തം നന്നായി കൈയടിച്ച് മോചനമേകും. യേശുവിൻ രക്തം 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 പവർ പവർ യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. എല്ലാ കുടുംബങ്ങളും എല്ലാ സമൂഹങ്ങളും ഓരോരുത്തരും ഇപ്പോൾ കൈയടിച്ച് യേശുവിന്റെ രക്തത്താൽ രോഗം, ക്ഷീണം, മടുപ്പ് വിട്ടുപോകട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. പാടി പാടി പ്രാർത്ഥിക്കുന്നു. ദൂതന്മാരെ എനിക്ക് ചുറ്റും അഭിഷേകം വ്യാപരിക്കട്ടെ. രക്തം രക്തം ക്ഷീണങ്ങൾ മാറട്ടെ. യേശുവിൻ രക്തം ബന്ധനങ്ങൾ അഴിയട്ടെ. മോചനമേകും. അന്ധകാരങ്ങൾ മാറട്ടെ. യേശുവിൻ രക്തം കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. രക്തം അത്ഭുത രക്തശക്തി, രക്തം യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, വിടുതൽ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിൻ രക്തം. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഈ സമൂഹത്തിൽ നിന്ന് എല്ലാ തിന്മയുടെ കോട്ടകളും തകരട്ടെ കർത്താവേ. വ്യഭിചാരത്തിന്റെയും വേശ്യാവൃത്തിയുടെയും ബലാത്കാരത്തിന്റെയും ലൈംഗിക വൈകൃതങ്ങളെയും മദ്യപാനത്തിന്റെയും ലോട്ടറി എടുക്കുന്നതിന്റെയും ചൂതാട്ടത്തിന്റെയും ബിങ്കോ കളിയുടെ ഓരോ തരത്തിലുള്ള 1-ാം പ്രമാണ ലംഘനത്തിന്റെയും 6-ാം പ്രമാണ ലംഘനങ്ങളുടെയും പരിണതഫലമായുള്ള തിന്മകളും ആധിപത്യങ്ങളും കുടുംബങ്ങളിൽ നിന്നും വ്യക്തി ജീവിതങ്ങളും ഇപ്പോൾ യേശുവിന്റെ രക്തത്താൽ ഛിന്ന ഭിന്നമാകട്ടെ, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനാഭിഷേകം നിറയട്ടെ, പ്രാർത്ഥനാഭിഷേകം നിറയട്ടെ, വിശുദ്ധ അഭിഷേകം നിറയട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ, തിരുരക്താഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജോഷുവ 24:15 ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഇന്ന് നാം ഈ വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ലോകത്തിൽ അനേകം വ്യക്തികൾ ദൈവരാജ്യ വേല ചെയ്തതിൻ്റെ ചരിത്രങ്ങൾ തിരുസഭയ്ക്കുണ്ട്. വിശുദ്ധ ബൈബിളിലും ദൈവം തെരഞ്ഞെടുത്ത അനേകം വ്യക്തികളെ കാണുന്നുണ്ട്. അതിൽ നിരവധി വ്യക്തികൾ കുടുംബം ഒന്നിച്ച് സുവിശേഷ വേല ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കാണുകയാണ്. മോശയുടെ ഭാര്യ, അമ്മായിയപ്പൻ, ഇങ്ങനെ വലിയൊരു മോശയുടെ കുടുംബം, ബന്ധുക്കളും എല്ലാം സുവിശേഷ വേലയിൽ ഒരു വിധം അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പല സമയത്തും പ്രത്യക്ഷപ്പെടുന്ന കാണുന്നുണ്ട്. അഹ്റോനും അഹ്റോന്റെ ഭാര്യയും അങ്ങനെ അവർ ഒരുമിച്ച് സുവിശേഷ വേലയ്ക്ക് മുന്നോട്ട് നീങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും എന്ന് ജോഷുവ പറയുമ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ നിറവിൽ നിന്നാണ് ജോഷുവ, ആ ഒരു തീഷ്ണതയുടെ ആവേശത്തിൻ്റെ നിറവിൽ നിന്നാണ് ജോഷുവ ലോകത്തോട് സംസാരിക്കുന്നത്. ഈ ഒരു മേഖലയെക്കുറിച്ച് ഞാനും നിങ്ങളും ആഴത്തിൽ ഗ്രഹിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ഒരാൾ ദൈവത്തിലേക്ക് വരുമ്പോൾ, ഒരാൾ ദൈവരാജ്യ വേലയിലേക്ക് വരുമ്പോൾ, സുവിശേഷ വേലയിലേക്ക് വരുമ്പോൾ ഭാര്യയെയും മക്കളെയും മാതാപിതാക്കന്മാരെയും കുടുംബം ഒന്നിച്ച് കർത്താവിലേക്ക് അടുപ്പിക്കണം. കുടുംബം ഒന്നിച്ച് സുവിശേഷ വേലക്കാരോട് ചേർന്ന് നിൽക്കണം. കുടുംബത്തിൽ നിന്ന് ഒരാൾ സുവിശേഷ വേലയ്ക്ക് പോയാൽ കുടുംബത്തിലെ മറ്റുള്ളവർ, അപ്പൻ, അമ്മ, കൂടപ്പിറപ്പുകൾ, മക്കൾ, ജീവിത പങ്കാളി, അവർ ആ സുവിശേഷ വേലയ്ക്ക് പോയവരോട് ചേർന്ന് നിൽക്കണം. കുടുംബം ഒന്നിച്ച് വേല ചെയ്യണം. ഇത് ദൈവാത്മാവ് ഉയർത്തുന്ന ഒരു രീതിയിലുള്ള സുവിശേഷ വേലയാണ്. ഇതിനെക്കുറിച്ച് എൻ്റെ സുവിശേഷ വേലയുടെ ആരംഭം തൊട്ട് ഇന്ന് വരെ ഒരു നിഴൽ പോലെ സുവിശേഷ വേലയിൽ സഹപ്രവർത്തകനായിരുന്ന ബഹുമാനപ്പെട്ട രാജു നെല്ലിക്കാമല സഹോദരന് നമ്മളോട് സംസാരിക്കാനുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രാജു ബ്രദറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജോഷുവയുടെ പുസ്തകത്തിൽ
നമ്മൾ 24 അധ്യായം 15 വാക്യം വായിച്ചു കേട്ടു. അതെങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ മോശയുടെ കാലം കഴിഞ്ഞ് ജോഷുവ കാനാൻ ദേശത്തിലേക്ക് നയിക്കുന്ന കാലത്ത് ജനം കുറച്ച് ദൈവത്തിലും കുറച്ച് അന്ധവിശ്വാസങ്ങളും മുഴുകിയ കാലം. അപ്പോൾ ജനം വ്യതിചലിക്കുന്നത് കണ്ടപ്പോൾ ജോഷയുടെ മനസ്സിന് വലിയ സങ്കടമുണ്ടായപ്പോൾ ജോഷുവ പറയാണ് ജനത്തെ വിളിച്ച്, നിങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ച് ദൈവരാജ്യത്തിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം, എന്നാൽ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വരിക, എന്നാൽ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും എന്ന് തിരുലിഖിതങ്ങൾ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ജനം വിളിച്ചു പറഞ്ഞു, ഞാനും ഞങ്ങളുടെ കുടുംബവും നിൻ്റെ കൂടെ പോരാം, ദൈവത്തെ അനുസരിക്കും എന്ന് 16 വാക്യത്തിൽ വെളിപ്പെടുത്തി. ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അന്നത്തെ മതവിശ്വാസത്തിലും ദൈവരാജ്യത്തിന് വേണ്ടിയും ഒന്നിച്ച് പ്രവർത്തിച്ച കുടുംബങ്ങളെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മക്കോബാറിൻ്റെ 1 പുസ്തകത്തിലെ 2 അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാം, ഈ ജോഷുവ കുടുംബം ഒന്നിച്ച് കർത്താവിനെ സേവിച്ചതുപോലെ തന്നെ ഈ മത്താത്യാസും പുത്രന്മാരും, മത്താസ് എന്ന വ്യക്തി ആ കാലത്ത് ഒരുപാട് സഭ പീഡിപ്പിക്കപ്പെടുന്ന, ദൈവജനം പീഡിപ്പിക്കപ്പെടുന്ന കണ്ടു. ദേവാലയങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു, ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു, ദൈവരാജ്യത്തിനെതിരെ ദൂഷണങ്ങൾ പറയുന്ന കണ്ടപ്പോൾ മത്താത്യാസിന് 5 ആൺമക്കളുമുണ്ട്. ഈ മത്താത്യാസും പുത്രന്മാരും അവർ ഹൃദയം നുറുങ്ങി വേദനിച്ച് കരയുന്ന സംഭവം കാണാം. അതാണ് 1 മക്കോബാർ അതിൻ്റെ 2 അധ്യായം 6 മുതലുള്ള വചനം നമുക്ക് വായിച്ചു കേൾക്കാം. ഇതാ, ജെറുസലേമിലും യൂദായിലും നടമാടുന്ന ദൈവദൂഷണങ്ങൾ കണ്ട് മത്താത്യാസ് വിലപിച്ചു, കഷ്ടം, ഞാൻ എന്തിന് ജനിച്ചു? എൻ്റെ ജനം നശിക്കുന്നതും വിശുദ്ധ നഗരം തകരുന്നതും കാണാനാണോ? ഞങ്ങൾ ശത്രുക്കൾക്ക് അടിയറ വയ്ക്കുന്നതും വിശുദ്ധ സ്ഥലം പരദേശികൾക്ക് ഏൽപ്പിക്കപ്പെടുന്നതും കണ്ട് വെറുതെ ഇരിക്കാനാണോ? അപ്പോൾ ദൈവജനം വേദന അനുഭവിക്കുന്നതും അവിടുന്ന് ദേവാലയങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും കണ്ടപ്പോൾ മത്താത്യാസിൻ്റെ ഹൃദയത്തിൽ ഇതാ വലിയ വേദന ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇത് വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഇതാ മക്കളെയും കൂടി വിളിച്ച് പെട്ടെന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്. തുടർന്ന് വായിക്കുമ്പോൾ ഇതിൻ്റെ 12 വാക്യം വായിക്കുമ്പോൾ കാണാം, അദ്ദേഹം കരയുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ അഴകും മഹിമയും ഇതാ വിശുദ്ധ സ്ഥലവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദേവാലയം നശിക്കുന്നു, ദൈവജനം ചിതറിപ്പോണുന്നു, ദൈവജനത്തിന് തകർച്ചകൾ പറ്റുമ്പോൾ ഇത് അദ്ദേഹം തീക്ഷ്ണത കൊണ്ട് ഇതെനിക്ക് കൈനീട്ടിയിരിക്കാൻ പറ്റില്ല, എൻ്റെ മഹിമ പോയി, ദേവാലയത്തിൻ്റെ മഹിമ പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം ഒത്തിരി വിഷമിച്ചു. വീണ്ടും അതിൻ്റെ 13, 14 വായിക്കുമ്പോൾ കാണാം, വിജാതിയർ അതിനെ അശുദ്ധമാക്കിയിരിക്കുന്നു, ഞാൻ ഇനി എന്തിന് ജീവിക്കുന്നു? മത്താത്യാസും പുത്രന്മാരും വസ്ത്രം കീറി ചാക്കൊടുത്ത് ഏറെ വിലപിച്ചു. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം പറയണം, ഇതെല്ലാം കണ്ടപ്പോൾ അവർ വസ്ത്രം വലിച്ചു കീറി ചാക്കൊടുത്ത് അവർ ഏറെ നേരം അവർ കരഞ്ഞു, വിലപിച്ചു എന്ന് പറഞ്ഞാൽ കരഞ്ഞെന്നാണ്. അവർ കരഞ്ഞ് അവരുടെ ദൈവജനത്തെക്കുറിച്ചുള്ള നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ അവർ തീക്ഷ്ണമായി കരഞ്ഞു, അവർ പ്രാർത്ഥിച്ചു. വീണ്ടും 15 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാം, ജനങ്ങളെ മതത്യാഗത്തിന് നിർബന്ധിച്ചിരുന്ന രാജസേവകന്മാർ അവരെ കൊണ്ട് ബലി അർപ്പണം ചെയ്യാൻ മൊദിയായിൽ നഗരത്തിൽ എത്തി. ഇസ്രായേലിൽ നിന്ന് വളരെ പേർ അവരുടെ അടുത്ത് ചെന്നു. മത്താത്യാസും പുത്രന്മാരും അവിടെ ഒരുമിച്ച് കൂടി. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാ രാജാക്കന്മാരും ജനങ്ങളെ പിന്തിരിപ്പിക്കുന്ന സമയം വന്നപ്പോഴും മത്താത്യാസും പുത്രന്മാരും വിട്ടുപോകാതെ അവർ ഒരുമിച്ച് നിൽക്കുന്ന സംഭവം. വീണ്ടും അതിൻ്റെ 17 വാക്യം വായിക്കുമ്പോൾ കാണാം, രാജസേവകർ മത്താത്യാസിനോട് പറഞ്ഞു, നീ ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ്, പുത്രന്മാരെയും സഹോദരന്മാരുടെയും പിന്തുണ നിനക്കുണ്ട്. സകല വിജാതിയരും യൂദായിലെ ജനങ്ങളും ജെറുസലേമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തതുപോലെ ഇപ്പോൾ രാജശാസന അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനായിരിക്കണം. എങ്കിൽ നീയും പുത്രന്മാരും രാജാവിൻ്റെ സുഹൃത്തുക്കളായി പരിഗണിക്കപ്പെടും. സ്വർണവും വെള്ളിയും മറ്റനവധി ഭാര്യദോഷങ്ങളും കൊണ്ട് നീയും പുത്രന്മാരും ബഹുമാനിതരാകും. ദൈവജനത്തെ പ്രോത്സാഹിപ്പിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് എത്തിക്കുന്ന
ഇതാ മത്താത്യാസിനെയും പുത്രന്മാരെയും പിന്തിരിപ്പിക്കാൻ പാരിതോഷ്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. നിനക്ക് സ്വർണം, വെള്ളി, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം കൊണ്ട് നിനക്ക് സമ്പന്നനാകാം, നീയും പുത്രന്മാരും ബഹുമാനരാകും, രാജാവിൻ്റെ സ്ഥാനത്ത്, പ്രധാന സ്ഥാനത്ത് നിങ്ങൾക്ക് ഇരിക്കാം എന്നെല്ലാം പറഞ്ഞ് ഇവരെ ഒത്തിരി അവിടെ നിന്ന് പിന്മാറ്റത്തിലേക്ക് നയിക്കുന്നു. ആ സമയത്ത് തീഷ്ണത കൊണ്ട് ഇതാ മത്താത്യാസും പുത്രന്മാരും പറയുന്ന വചനം എങ്ങനെയാണ്? 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം, എന്നാൽ മത്താത്യാസ് മറുപടി ആയി ദൃഢസ്വരത്തിൽ പറഞ്ഞു, രാജാവിൻ്റെ ഭരണത്തിനും കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും തന്താങ്ങളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസം നിന്ന് വ്യതിചലിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്താലും ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. പ്രിയപ്പെട്ടവർ, ഇതാണൊരു തീരുമാനം. കാരണം എന്തെല്ലാം പാരിതോഷങ്ങളും പിന്മാറ്റത്തിലേക്ക് നയിക്കുന്ന അനേക കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശം കൊടുത്തപ്പോഴും മത്താത്യാസും പുത്രന്മാരും ഒരേ തീരുമുറച്ചു നിൽക്കുകയാണ്. ഞാനും എൻ്റെ പുത്രന്മാരും ഞങ്ങളുടെ സഹോദരങ്ങളും അവിടെ നിന്ന് ഒരു വ്യതിചലിക്കാതെ അവർ ഉറപ്പിച്ചു നിൽക്കുന്നു. അവർ പാരിതോഷം ഇഷ്ടപ്പെടുന്നില്ല. അവർ പാരിതോഷമോ അവർ സമ്മാനങ്ങളോ അല്ല അവർ നോക്കുന്നത്. ദൈവജനത്തിൻ്റെ തകർച്ച, ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ അവർ പങ്കുചേരുന്നതായിട്ട് കാണാം. അവർ ഒന്നിച്ച് അപ്പനും മക്കൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു. ഇതാ വീണ്ടും അതിൻ്റെ 20-ാമത്തെ വാക്യങ്ങൾ വായിക്കുന്നത്, ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. നിയമവും കൽപ്പനകളും ഞങ്ങളും ഒരു നാളും ശിരസ്കരിക്കയില്ല. രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങൾ മതവിശ്വാസത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കയില്ല. നോക്കിയേ, ഒരു കാൽപ്പാട് പോലും മാറ്റി അണുവിട ഞങ്ങൾ വ്യതിചലിക്കയില്ല എന്ന് ആ രാജാവിൻ്റെ മുഖത്ത് നോക്കി, ആ രാജ അധികാരിയുടെ മുഖത്ത് നോക്കി ദാ മത്താത്യാസും പുത്രന്മാരും ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. പ്രിയപ്പെട്ടവരെ, നമുക്കിതുപോലെ പിന്മാറ്റത്തിലേക്ക് നയിക്കുന്ന അനേകം വ്യാജ ഉപദേശങ്ങളും അനേകം ദൈവജനങ്ങൾ നശിക്കുന്നതും അനേക ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ പിന്മാറ്റുന്ന അനുഭവികൾ വരുമ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ പറയാൻ തീക്ഷ്ണതയുള്ളവരായിരിക്കണം. അവിടെ നിന്ന് നമ്മുടെ വിളി തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം. 1 കൊറിന്തോസ് 9:16, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അത് എൻ്റെ കടമയാണ്. എന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അവിടുന്ന് തിരുവചനം പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, എന്നാൽ ഞാനത് സ്വമനസാ ചെയ്യുന്നെങ്കിൽ എനിക്കതിന് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ് ഇതാ ദൈവവചനത്തിൽ സഭ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതാ സഭയിൽ നിന്ന് ചില വ്യക്തികൾ ഇങ്ങനെ വിളിച്ചു പറയണം. ഓരോരുത്തരും അവർ ശക്തിപ്പെടുന്നതായിട്ട് കാണാം. വീണ്ടും യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണാം, ദൈവരാജ്യ പ്രവർത്തനത്തിൽ ഇങ്ങനെ ഏർപ്പെടുക്കുന്ന വ്യക്തിക്ക് അലസത പാടില്ല. 48-ാം അധ്യായത്തിൽ യെരമ്യാ 48:10 പറയുന്നു, കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശപിക്കപ്പെട്ടവൻ. ഇതാ മത്താത്യാസും പുത്രന്മാരും തീക്ഷ്ണത കൊണ്ട് നിറഞ്ഞതുപോലെ ചേർന്ന് നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നൽകിയ ജ്ഞാനമനുസരിച്ച് കർത്താവിൻ്റെ എളിയ ശുശ്രൂഷകൻ ബഹുമാനപ്പെട്ട രാജു ബ്രദർ ഇപ്പം നമ്മളോട് സംസാരിക്കുകയായിരുന്നു. 1 മക്കബായർ 2-ാം അധ്യായം 20-ാം വാക്യം, മത്താത്യാസും പുത്രന്മാരും ചുറ്റുവട്ടം എല്ലായിടത്തും മതത്യാഗത്തിൻ്റെ അന്ധകാരം പടരുമ്പോൾ മത്താത്യാസും പുത്രന്മാരും ഏക മനസ്സോടെ ഒരുമിച്ച് എന്ന് പറയുന്ന ഭാഗമാണ് 1 മക്കബായർ 2-ാം അധ്യായം 20-ാം വാക്യം. ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും കർത്താവിനെ സേവിക്കും. തലമുറയായി പിതാക്കന്മാർ അനുഷ്ഠിച്ചു പോകുന്ന മതപരമായ വിശ്വാസത്തിൽ നിന്ന് അണുവിട ഞങ്ങൾ വ്യതിചലിക്കുകയില്ല. അവർ ഒരു കുടുംബമായി നിന്ന് വിശ്വാസത്തിന് വേണ്ടി പോരാടുകയാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സഭ, കർത്താവിൻ്റെ ജനം അടിമത്തത്തിലേക്ക് പോകുമ്പോൾ, വിശ്വാസത്യാഗത്തിലേക്ക് പോകുമ്പോൾ, പ്രാർത്ഥനയില്ലായ്മയിലേക്കും ഭക്തിരാഹിത്യത്തിലേക്കും വിശ്വാസക്കുറവിലേക്കും നീങ്ങിപ്പോകുമ്പോൾ, ദൈവവചനത്തിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ ദൈവം തന്നെ ആത്മാവിനെ അയച്ച് ഉണർത്തിയവർ അവർ കുടുംബമായി കൂട്ടമായി അപ്പനും അമ്മയും മക്കളും ബന്ധുക്കളും എല്ലാവരും ചേർത്ത് പിടിച്ച് പാടുള്ളതുപോലെ ദൈവരാജ്യ വേല ചെയ്യണം, ആത്മാക്കളെ ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കണം, വിശ്വാസത്തിലേക്ക് ഉയർത്തണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. എനിക്ക് പരിചയമുള്ളൊരു കുടുംബനാഥനുണ്ട്. അദ്ദേഹം വളരെ കഷ്ടത്തിനും ക്ലേശത്തിനും ജീവിക്കുകയാണ്.
അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് പച്ചക്കറികൾ, കുറച്ച് നിസ്സാരമായ ചില ഭക്ഷണം മാത്രം, അങ്ങനെ ത്യാഗത്തിൽ ജീവിക്കുകയാണ്. ഉടനെ ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ ഇങ്ങനെ പട്ടിണിയിലും ഞെരുക്കത്തിലും, ചേട്ടൻ ഇത്തിരി നല്ല ഭക്ഷണം കഴിച്ചുകൂടെ? അപ്പോഴാണ് ചേട്ടൻ പറയണത്, അച്ഛാ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കർത്താവിനോട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ കുടുംബം മുഴുവനും കർത്താവിനെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബം മുഴുവനും കർത്താവിന് വേണ്ടി വേല ചെയ്യും. എൻ്റെ മകള് ഒരു സിസ്റ്ററാകാൻ പോയി, അവളൊരു സിസ്റ്ററായി മാറിക്കഴിഞ്ഞു. എൻ്റെ മകൻ ഒരു വൈദികനാകാൻ പോയി, ഇന്ന് എൻ്റെ മകൻ ഒരു വൈദികനാണ്. അവർ ദൈവരാജ്യ വേല ചെയ്യാണ്. അപ്പനും അമ്മയും നിലയ്ക്ക് ഞങ്ങൾക്കിന്ന് പോയി പ്രസംഗിക്കാൻ പറ്റാത്ത വിധം പ്രായമായി, എന്നാൽ ഞങ്ങളുടെ മക്കൾ ദൈവരാജ്യ വേല ചെയ്യുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മക്കളോട് കൂടെ ഞങ്ങളും ത്യാഗം എടുക്കുകയാണ്. ഞങ്ങൾ ഇനി ഇറച്ചി കഴിക്കില്ല, ഞങ്ങൾ നല്ല രുചിയുള്ള ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. നോക്കുക, സ്വന്തം ജീവിതത്തിൽ രുചിയുള്ള ഭക്ഷണം ഉപേക്ഷിച്ച്, സുഖമുള്ള കിടപ്പ് ഉപേക്ഷിച്ച്, വിശ്രമം ഉപേക്ഷിച്ച്, ഇന്ന് ആ അപ്പനും അമ്മയും മക്കളോട് കൂടെ അവർ വിദൂരങ്ങളിൽ വേല ചെയ്യുമ്പോഴും മക്കളോട് കൂടെ കുടുംബത്തിരുന്ന് ത്യാഗം സഹിച്ച് കുടുംബം ഒന്നിച്ച് ദൈവരാജ്യവേലയിൽ വ്യാപരിക്കുന്ന ഒരു കാഴ്ചയാണ് അട്ടപ്പാടിയിൽ ഞാൻ ആ കുടുംബത്തിൽ കണ്ടത്. ഒരാൾ സുവിശേഷ വേലയ്ക്ക് പോയാൽ കുടുംബത്തിൽ ബാക്കിയുള്ളവർ ആത്മീയമായി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. യേശുവേ, നമുക്ക് പാട്ടുള്ളതുപോലെ ഉപവാസം എടുത്ത് മധ്യസ്ഥം പ്രാർത്ഥിച്ച് കുരിശിൻ്റെ വഴി നടത്തി ത്യാഗജീവിതം നയിച്ച് സാമ്പത്തികമായി സഹായിച്ച് കുടുംബം മുഴുവനും സുവിശേഷ വേലയെ സപ്പോർട്ട് ചെയ്യണം. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ദൈവമേ, എനിക്ക് പാട്ടുള്ളതുപോലെ എൻ്റെ കുടുംബത്തോട് ചേർന്ന് സുവിശേഷ വേല ചെയ്യും. എൻ്റെ കുടുംബത്തിൻ്റെ അപ്പൻ, എൻ്റെ അമ്മ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോയവരാണ്. അവരുടെ കൂടെ ഞാനും വിശ്വാസത്തിൽ മുന്നോട്ട് പോകും. എൻ്റെ കുടുംബത്തിൽ എൻ്റെ കൂടപ്പിറപ്പുകൾ ചിലർ ദൈവരാജ്യ വേലയ്ക്ക് പോയിരിക്കുകയാണ്. ഞാനും അവരോട് കൂടെ ചേർന്ന് ആത്മീയമായി യുദ്ധം ചെയ്യും. എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കും. ആ ഒരു ആഗ്രഹം ഹൃദയത്തിൽ ജ്വലിക്കട്ടെ, ഹൃദയത്തിൽ ജനിക്കട്ടെ, ഹൃദയത്തിൽ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബവുമോ യേശുവേ ആരാധിക്കും. കുടുംബവുമോ യേശുവേ ആരാധിക്കും. എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കും. വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി കുടുംബം മുഴുവനെയും ദൈവരാജ്യ വേലയ്ക്ക് സമർപ്പിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്മാറ്റത്തിലേക്ക് പോകുന്ന ദൈവമക്കൾ, ദൈവദാസന്മാര്, ശുശ്രൂഷകർ പുതുജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷ വേലയ്ക്ക് കൂട്ടായ്മകൾ ഉയരട്ടെ, സുവിശേഷ വേലയ്ക്ക് പിന്തുണ ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, സുവിശേഷ ശുശ്രൂഷയിൽ നിന്ന് ദുർബലപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ പുതുജീവൻ പ്രാപിച്ച് അഭിഷേകം പ്രാപിച്ച് മുൻനിരയിലേക്ക് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് ഉറക്കെ വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ. അഭിഷേക ശക്തി നിറയട്ടെ കർത്താവേ, അഭിഷേക ശക്തി നിറയട്ടെ കർത്താവേ, അഭിഷേക ശക്തി നിറയട്ടെ, ഉണർവിന്റെ ശക്തി നിറയട്ടെ. പവർ, പവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം, അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ജോഷുവയുടെ പുസ്തകം 24 അധ്യായം 15 തിരുലിഖിതം. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. മക്കബായരുടെ 1 പുസ്തകം 2 അധ്യായം 20 തിരുലിഖിതം. ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 6 അധ്യായം 19 തിരുലിഖിതം. അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ രോഗത്തിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. നീ വിശ്വസിക്കുന്നത് പോലെ തന്നെ നിനക്ക് സംഭവിക്കും. രോഗമുള്ളവർ രോഗമുള്ള മേഖലകളിലേക്ക് കൈകൾ വെക്കുക. കണ്ണുകൾ അടച്ച് യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, ഈ മണിക്കൂറിൽ അങ്ങയുടെ തിരുമുമ്പിൽ ഇതാ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ ഒരു സൗഖ്യത്തിനായി ആഗ്രഹിക്കുകയാണ്. ബത്സൈദ കുളക്കരയിൽ 38 വർഷമായി രോഗിയായി കിടന്ന ആ എളിയ മകൻ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി ദാഹിച്ചതുപോലെ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ എളിയ മക്കൾ ദാഹിക്കുകയാണ്.
വർഷങ്ങളായി കണ്ണ് കാണാൻ പറ്റാതിരിക്കുന്നവർ, വർഷങ്ങളായി കാത് സംബന്ധമായ രോഗത്താൽ പീഡ അനുഭവിക്കുന്നവർ, ക്യാൻസർ രോഗത്തോട് മല്ലടിച്ച് മരണത്തോട് മുഖാമുഖം ഇരിക്കുന്നവർ, അസ്ഥിരോഗങ്ങൾ നിമിത്തം വളരെ പ്രയാസം അനുഭവിക്കുന്നവർ, ദൈവമേ ഓരോ രോഗികളുടെ മേലും അവിടുത്തെ അത്ഭുതകരമായ കരസ്പർശനം ഇപ്പോൾ നൽകണമേ, സുഖമാക്കണമേ, സുഖപ്പെടുത്തണമേ. സുഖമാക്കണേ, സുഖമാക്കണേ, യേശുവേ സുഖമാക്കണേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ, സുഖമാക്കണേ, യേശുവേ സുഖമാക്കണേ. കുടുംബത്തിലുള്ള കുഞ്ഞു മക്കള്, രോഗികളായി കിടക്കുന്ന കുഞ്ഞു മക്കളുടെ മേൽ മാതാപിതാക്കന്മാർ കൈകൾ വെച്ച് കുഞ്ഞുമക്കളെ, രോഗികളായ കുഞ്ഞുമക്കളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ സുഖമാക്കണേ, യേശുവേ സുഖമാക്കണേ. കർത്താവായ യേശുവേ, എത്ര ചികിത്സിച്ചിട്ടും ചികിത്സ ഫലിക്കാത്ത രോഗങ്ങളോടുകൂടി ഇരിക്കുന്നവര്, എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാതെ നിഗൂഢമായ രോഗത്തിന്റെ ബന്ധനത്തിൽ കിടന്ന് പീഡ അനുഭവിക്കുന്നവര്, എല്ലാവരുടെ മേലും അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കിടക്കയിൽ കിടക്കുന്ന കിടപ്പ് രോഗികളെ ഓരോരുത്തരും സമർപ്പിക്കുകയാണ്. ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ നാളുകളായി കിടക്കയെ ശരണം പ്രാപിച്ചിരിക്കുന്നവര്, ഇപ്പോൾ ഈ യേശുവേ അങ്ങയുടെ ശരീരത്തിൽ നിന്നും അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, സുഖപ്പെടുത്തണമേ. സുഖമാക്കണേ, യേശുവേ, 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 യേശുവേ സുഖപ്പെടുത്തണമേ. യേശുവേ സുഖമാ